ഒരാളുടെ കയ്യിലിട്ട് തട്ടിക്കളിച്ചത് അല്ലേ എന്താ പറയുന്നത്, ഒരാൾ പിച്ചി കീറി നശിപ്പിച്ച് വേണ്ടാന്ന് വെച്ച സാധനമാണ് അത്. മറ്റൊരാൾ പൊന്നുപോലെയാണ് നോക്കുന്നത്. എന്നെ അതുപോലെ നന്നായിട്ട് നോക്കുന്നുകൊണ്ട് എന്നെ അതുപോലെ ഹെൽപ്പ് ചെയ്തു ഇതിൽ നിന്നും കൊണ്ടുവരാൻ. ഇല്ലേ ഞാൻ ഒരു പക്ഷേ ആജീവനാന്തം എനിക്ക് എത്ര നാൾ ഞാൻ ഉണ്ടായിട്ടുണ്ടായെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എല്ലാവർക്കും അറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇത് നമ്മൾ ഇങ്ങനെയൊക്കെയാണെന്ന് പറയുന്ന യൂട്യൂബ് ചാനലിലെ ദീപ്തി സീതത്തോൾ. ഈ ദീപ്തി സീതത്തോൾ കഴിഞ്ഞ ദിവസം യൂട്യൂബ് ചാനലിൽ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഒരു ഏകദേശം 45 മിനിറ്റോളം നീളം വരുന്ന ഒരു വീഡിയോ ആയിട്ട് ഇട്ടിരുന്നു. ഇവർ പറയുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് നാളായിട്ട് ഹോസ്പിറ്റലൈസ്ഡ് ആയിരുന്നു. അതിനെ പറ്റിയാണ് സംസാരിക്കുന്നത്. ഈ വീഡിയോ ഇടുന്നതിന് 7 ദിവസം മുന്നേ കമ്മ്യൂണിറ്റി ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഹോസ്പിറ്റലായിരുന്നു, വയ്യായിരുന്നു, അങ്ങനെയൊക്കെയായിരുന്നു കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ടിരുന്നത്. എന്തുകൊണ്ടാണ് ഹോസ്പിറ്റലിൽ കിടന്ന് എന്നൊന്നും ഇട്ടിട്ടില്ലായിരുന്നു. എല്ലാവരും പ്രാർത്ഥിക്കണം, അങ്ങനെയൊക്കെയായിരുന്നു ആ പോസ്റ്റിൽ ഇട്ടിട്ടുണ്ടായിരുന്നത്. ആൾക്കാർക്കൊക്കെ ഒരു ആശങ്ക ഉണ്ടായിട്ടുണ്ടായിരുന്നു. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദീപ്തിക്ക് എന്താണ് പറ്റിയെന്നൊക്കെ വെച്ചിട്ട് ഒത്തിരി കമന്റ്സുകളും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പൊ ഇതിനൊക്കെ ഒരു മറുപടി ആയിട്ട് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് ഈ പുള്ളിക്കാരത്തി. ഈ വീഡിയോക്കകത്ത് പറയുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് ഞാൻ ചുരുക്കി പറയാം. എന്തുകൊണ്ട് ഇവര് ഹോസ്പിറ്റലിൽ കിടന്നു, എന്താണ് കാരണം, എന്താണ് അസുഖം എന്ന് പറയണമെങ്കിൽ ദീപ്തിയുടെ പാസ്റ്റ് ലൈഫിനെ കുറിച്ച് പറയേണ്ടി വരും. എന്തായാലും നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ ദീപ്തിക്ക് മുമ്പ് ഒരു ഭർത്താവ് ഉണ്ടായിരുന്നു, വിജയ് എന്ന് പറയുന്നത്. അദ്ദേഹം കാരണമാണ് ദീപ്തി ഇപ്പം സഫർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ദീപ്തി ഇതിൽ പറയുന്നുണ്ട്, ഒരു ഇന്റർവ്യൂവിൽ വെച്ചിട്ടാണ് ഇവർ തമ്മിൽ ആദ്യം കണ്ടുമുട്ടുന്നത്. ഈ ദീപ്തിയുടെ ഈ ഇന്റർവ്യൂ എടുക്കാൻ വരുന്നത് ഈ ദീപ്തിയുടെ മുൻ ഭർത്താവായിരുന്നു. അങ്ങനെ ഇവർ തമ്മിൽ അടുപ്പത്തിലാവുകയും പിന്നെ ഇവർ ഒരുമിച്ച് ജീവിതം സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്തിരുന്നു. ദീപ്തി ഇതിനകത്ത് എടുത്തു പറയുന്ന ഒരു കാര്യമുണ്ട്. പുള്ളിക്കാരത്തി എല്ലാവരെയും കണ്ണടച്ചങ്ങ് വിശ്വസിക്കും. അതിൽ പറ്റിയ അബദ്ധമാണ് ഈ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ തമ്മിലൊരു ജീവിതം സ്റ്റാർട്ട് ചെയ്ത് കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴത്തേക്കും ഈ ഒരു റിലേഷൻ ഭയങ്കര ടോക്സിക് ആയിട്ട് മാറാൻ തുടങ്ങി. എക്സാമ്പിൾ, ഒരു കാരണമില്ലാണ്ട് ദേഹം ഉപദ്രവിക്കുക. അതിനെക്കുറിച്ച് പുള്ളിക്കാരത്തി എന്താണൊക്കെ പറയുന്നുണ്ട്. നമുക്ക് എന്തായാലും അതൊന്ന് കേട്ടു നോക്കാം. ഉപദ്രവിച്ചു എന്ന് പറഞ്ഞാൽ എങ്ങനെ പറഞ്ഞ വെച്ചാൽ ഞാൻ ആകെ അങ്ങ് ഷോക്കായിപ്പോയി. കാരണം വീട്ടിൽ നിന്നും നമ്മളിങ്ങനെ തല്ലേണ്ട അവസ്ഥയോ കാര്യമൊന്നും മുതൽ ഒരു കാരണമില്ലാണ്ട് ഉപദ്രവിച്ചു. അപ്പോൾ ഒരു സ്റ്റാർട്ടിങ് പുള്ളിക്ക് കിട്ടിയല്ലോ. പിന്നെ എല്ലാ കാര്യത്തിലും ഉപദ്രവമായി. ഇപ്പം പലർക്കും തോന്നും നിങ്ങൾക്ക് എന്താ പിന്നെ അന്നേരം കളഞ്ഞാൽ പോരായിരുന്നു, അന്നേരം അങ്ങ് വേണ്ടാന്ന് വെച്ചപ്പോൾ എനിക്കതിനുള്ള ധൈര്യവും ഇല്ലായിരുന്നു. എനിക്കൊരു തരം സഹതാപമായിരുന്നു. ഒന്നെന്ന് പറഞ്ഞാൽ നമ്മൾ ആത്മാർത്ഥമായിട്ട് ഒരാളെ സ്നേഹിച്ചു കഴിഞ്ഞാൽ എത്രയ്ക്കാന്ന് പറഞ്ഞാൽ എന്താ പറയുക, ഇവർ ഈ ടോക്സിക് റിലേഷൻ്റെ ഒരു പ്രധാന പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇവർ ഉപദ്രവിക്കും, വായി തോന്നി എല്ലാം പറയും. കുറേ കഴിയുമ്പോൾ ഉണ്ടല്ലോ കരഞ്ഞു കാല് പിടിക്കുക, മാപ്പ് പറയുക, ഇങ്ങനെയുള്ള സംഭവം ഉണ്ടാവും. നമ്മൾ അതിൽ വീണു പോകും. വളരെ കറക്റ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് പുള്ളിക്കാരത്തി പറഞ്ഞിരിക്കുന്നത്. നിങ്ങളൊരു റിലേഷൻഷിപ്പിൽ പെട്ടൊരു വ്യക്തിയാണെങ്കിൽ, നിങ്ങളൊരു ടോക്സിക് റിലേഷൻഷിപ്പിൽ പെട്ടൊരു വ്യക്തിയാണെങ്കിൽ കൃത്യമായിട്ട് ഈ പറഞ്ഞതിന്റെ മീനിങ് നിങ്ങൾക്ക് മനസ്സിലാവും. നിങ്ങൾക്കറിയാം ഇതൊരു ടോക്സിക് റിലേഷൻഷിപ്പാണ്, ഇത് വർക്കാകില്ല എന്നറിയാം. എന്നാലും നമുക്ക് ഈ പണ്ടാരത്തിലൊക്കെ കടിച്ചു തൂങ്ങിക്കണം. കാരണം എന്തോ ആയിക്കോട്ടെ, ആണോ പെണ്ണോ ആയിക്കോട്ടെ, ഇത് പിരിഞ്ഞു പോകുന്ന സമയത്ത് ആ ഒരു പെയിൻ നമുക്ക് അങ്ങോട്ട് സഹിക്കാൻ പറ്റത്തില്ല. ആ ഒരു സാഹചര്യത്തെ എങ്ങനെ മറികടക്കണമെന്ന് പലർക്കും അറിയാതെ വരും. ഇതൊക്കെ സഹിച്ച് എക്സ്ട്രീം ലെവലിൽ എത്തിയിട്ട് പണ്ടാരെ ഇത് മതിയെന്ന് തീരുമാനിക്കുന്നത്. സോ അതിന് മുമ്പെല്ലാം ഇതൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങ് പോകും. ഇത് ശരിയാവുന്നൊക്കെ കടിച്ചു തൂങ്ങി അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങോട്ട് പോകും. ഇന്ന് ശരിയാവും, നാളെ ശരിയാവും എന്നൊക്കെ പറഞ്ഞിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങ് പോയി ലാസ്റ്റ് അവസാനം സായികയാണ്. ഒരിക്കലും നിങ്ങൾ അങ്ങനെ ചെയ്യരുത് മക്കളെ. ജീവിതം കോഞ്ഞാട്ടേ. സീരിയസ്ലി അനുഭവത്തിന്റെ വെളിച്ചത്തിലാണ് ഈ പറയുന്നത്. അതിനകത്ത് നിന്ന് നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് ചാടി പുറത്തു വരാൻ പറ്റുമെങ്കിൽ നിങ്ങൾ അങ്ങ് പുറത്ത് വന്നേക്കണം. അതിനകത്ത് നിങ്ങൾ പുറത്ത് ചാടി വരുമ്പോൾ നിങ്ങളുടെ സമയം, പണം, നിങ്ങൾ സന്തോഷിച്ച് ജീവിക്കേണ്ട, നിങ്ങൾക്ക് അറങ്ങിയടിച്ച് നടക്കേണ്ട ആ ഒരു സമയമൊക്കെ നിങ്ങൾക്ക് അടിപൊളിയായിട്ട് എൻജോയ്മെന്റ് ചെയ്യാൻ പറ്റും. എല്ലാം നമ്മൾ ഒഴിവാക്കിയിട്ടാണ് ഇങ്ങനത്തെ ഒരു റിലേഷനിൽ പോയി പെടുന്നത്. ഈ സ്നേഹം എന്ന് പറയുന്ന ഒരു മാങ്ങാത്തൊലിയുടെ പേരിൽ കടിച്ചു തൂങ്ങി നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ ജീവിതം കളയരുത്. മനസ്സ് നിങ്ങൾക്ക് അതൊരു ടോക്സിക് റിലേഷൻഷിപ്പ് ആണെന്ന് തോന്നിക്കഴിഞ്ഞാൽ ദയാദാക്ഷിണ്യം കാണിക്കാണ്ട് അങ്ങോട്ട് ഇറങ്ങി പോയേക്കണം. അവൾ ഇങ്ങനെ തേപ്പാണെന്ന് പറയുകയാണെങ്കിൽ അങ്ങനെ ആയിക്കോട്ടെ, അങ്ങ് വിട്ടേക്കണം. ആ ഒരു കാരണം സെൽഫിഷ് ആയിട്ട് അങ്ങോട്ട് ചിന്തിച്ചോ. ഈ ടോക്സിക് റിലേഷൻഷിപ്പിലൊക്കെ ജീവിക്കാൻ ഭയങ്കര പാടാ. അത് അനുഭവിച്ചവർക്കേ മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. കുറച്ച് കാര്യം കൂടെ പുള്ളിക്കാരത്തി പറയുന്നുണ്ട്. നമുക്ക് എന്തായാലും അതും കൂടെ കേട്ടിട്ട് വരാം. ഒരു ദിവസം എന്ത് പറ്റിയെന്ന് പറഞ്ഞാൽ ഞാൻ എന്തോ ഫുഡിൻ്റെ ഇറിറ്റേഷൻ വന്നിട്ട് ഞാൻ ഛർദ്ദിച്ചിട്ട് നേരെ തറയിലങ്ങ് തല കറങ്ങി വന്നു.
തല കറങ്ങി വീഴുമ്പോൾ ഞാനും അയാൾ മാത്രമേ ഉള്ളൂ. ഇയാൾ എന്ത് ചെയ്ത് തല കറങ്ങി വീഴുക, എന്നെ ഒരുപാട് അങ്ങ് തൊഴിച്ചു, കാല് വെച്ച് തൊഴിച്ച് ചവിട്ടി, തല ഇറങ്ങി വീണു, ഛർദ്ദിച്ചു. എന്നെ നല്ലപോലെ ഒരു ദിവസം ചവിട്ടി അങ്ങ് ശരിയാക്കി, ചവിട്ടി ഭിത്തിക്കങ്ങ് ചേർത്ത്, വയറ്റിലും മേത്തും ഒക്കെ കുറേ അങ്ങ് ചവിട്ടി. എന്നിട്ട് അപ്പോൾ എനിക്ക് മേല് മൊത്തം ചതവും വേദനയൊക്കെ ആയി. അപ്പം എന്ത് ചെയ്തു എന്ന് വെച്ചാൽ, ഞാൻ പിന്നെ വർക്ക് ചെയ്യണമല്ലോ, സ്കൂളിൽ പോകണമല്ലോ, ലീവ് എടുത്തിരിക്കാൻ പറ്റൂലല്ലോ. അപ്പോൾ ആളെന്ത് ചെയ്തു, എനിക്ക് പെയിൻ കില്ലർ തന്നു, വേദന മാറാൻ വേണ്ടി മാപ്പൊക്കെ പറഞ്ഞു പെയിൻ കില്ലർ തന്നു. പിന്നീട് ഇത് എന്ത് പറ്റിയെന്ന് പറഞ്ഞാൽ, ഇതൊരു സ്ഥിര സംഭവമായി. ഉപദ്രവിക്കും, മാപ്പ് പറയും, പെയിൻ കില്ലർ തരും, ഞാനിത് കഴിക്കും. പിന്നീട് എന്ത് പറ്റിയെന്ന് പറഞ്ഞാൽ, ഇതൊരു തരം അഡിക്ഷനാണോ എന്താണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. എനിക്ക് അതായത് എന്നും ശരീരവേദന, എന്നും ഈ പെയിൻ കില്ലർ തന്നെ, ഇത് തന്നെ സംഭവം. ഈ ദീപ്തിക്ക് പെയിൻ കില്ലറിലാണ്ട് ജീവിക്കാൻ പറ്റാത്തൊരു അവസ്ഥയിലോട്ടായി, കൈൻഡ് ഓഫ് അഡിക്ഷനായി. ഈ പെയിൻ കില്ലർ അഡിക്ഷന്റെ മറ്റൊരു പേരുണ്ട്, ഓയോഡി എന്നാണ്. ഒപ്പിയോയിഡ് യൂസേജ്. ഇത് ഒരുപാട് പേരിൽ കണ്ടുവരുന്ന ഒരു സാധനമാണ്. ഈ പെയിൻ കില്ലറുടെ യൂസേജ് കൂടി അത് നിർത്താൻ പറ്റാത്തൊരു അവസ്ഥയിലേക്ക് വരിക എന്ന് പറയുന്നത്. പുള്ളിക്കാരിയുടെ സാഹചര്യത്തിൽ ഈ പുള്ളിക്കാരന്റെ തൊഴിയും അതും ഇതെല്ലാം കാരണം ഇവർക്ക് ഈ പെയിൻ കില്ലർ എപ്പോഴും യൂസ് ചെയ്യേണ്ട ഒരു അവസ്ഥയിലോട്ട് വരുന്നത്. ഇത് പിന്നെ നിർത്താൻ പറ്റാത്തൊരു അവസ്ഥയിലോട്ട് പോയി. ഇത് നിർത്തിക്കഴിഞ്ഞാൽ ഒരു ക്രൈംസിംഗ് ആയി. ഇത് വേണം ഒരുപാട് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാക്കുന്നുണ്ട്. മെന്റലി ആണെങ്കിലും ഫിസിക്കലി ആണെങ്കിലും ഒരുപാട് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാക്കുന്നുണ്ട് ഈ മരുന്ന് കാരണം. ഇതിന്റെ ഒരു ആഫ്റ്റർ എഫക്ട് കാരണമാണ് പുള്ളിക്കാരത്തി ഹോസ്പിറ്റലൈസ്ഡ് ആയത്. പിന്നീട് ഇതിനകത്ത് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. പിന്നെ എന്തുകൊണ്ട് ഈ ഒരു പുള്ളിക്കാരുമായിട്ട് ഈ റിലേഷൻഷിപ്പ് അവസാനിപ്പിച്ചു എന്ന്. ഇവര് തമ്മിൽ ഈ ആദ്യത്തെ ഭർത്താവ് എന്ന് പറയുന്ന ആളുമായിട്ട് ലീഗലി ഇവര് മാരേജ് ചെയ്തിട്ടില്ല. എന്തുകൊണ്ടാണെന്ന് പുള്ളിക്കാരത്തി ഇതിനകത്ത് ക്ലിയർ ആയിട്ട് പറയുന്നുമില്ല. അങ്ങനെ ചെയ്യാൻ തോന്നിയില്ല എന്നാണ് പുള്ളിക്കാരത്തി പറയുന്നത്. ഒന്നാമത്തെ കാര്യം നിങ്ങൾക്ക് അറിയാലോ, ഇയാള് ഭയങ്കര കുടിയനായിരുന്നു. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളം അടിക്കാരൻ. ഇയാളെ ഡി അഡിക്ഷൻ സെന്ററിലൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. ഈ ഡി അഡിക്ഷൻ സെന്ററിൽ ഇട്ട സമയത്താണ് പുള്ളിക്കാരന്റെ ഫോൺ ഒന്ന് എടുത്ത് ദീപ്തി നോക്കുന്നത്. ഈ ഫോൺ എടുക്കുന്ന സമയത്ത് ഒരു ഫാമിലി ഫോട്ടോ, ഈ ഹസ്ബൻഡും വൈഫും 2 കുട്ടികളും നിൽക്കുന്ന ഒരു ഫാമിലി ഫോട്ടോ. പിന്നീട് ഈ ഫോട്ടോയെ പറ്റി ഇയാളോട് ചോദിക്കുന്ന സമയത്താണ് ഇയാൾ പറയുന്നത് ഇയാളുടെ ഭാര്യയാണെന്നത്. ദീപ്തിയെ ഈ ജീവിതത്തിലോട്ട് ക്ഷണിക്കുന്നതിന് മുന്നേ ഇയാള് മറ്റൊരു വിവാഹം കഴിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ 3 മക്കളും ഉണ്ടായിരുന്നു. തന്നെ പൊലയടിമം കാണിച്ച തോന്നിവാസം നോക്കണേ. എന്നിട്ടാണ് ദീപ്തിയായിട്ട് ഒരു ലൈഫ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇവന്റെ തള്ളയും ഇവന്റെ വീട്ടുകാരും ആരും ഇത് പറഞ്ഞിട്ടുമില്ല. ഈ കുട്ടികളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ കുട്ടികളാണ്. ഈ ദീപ്തി പറയുന്നുണ്ട് ഇയാളുമായിട്ട് നല്ല പ്രായത്തിലെ വ്യത്യാസവും ഉണ്ടെന്ന്. അതൊന്നും വലിയൊരു പ്രശ്നവുമായിരുന്നില്ല. ഈ പ്രേമത്തിന് കണ്ണുമൂക്കും ഒന്നും ഇല്ലെന്നാണല്ലോ പറയുന്നത്. അത് തന്നെയാണ് ഇവിടെയും സംഭവിച്ചത്. അപ്പൊ ഇയാളുടെ തൊഴിയും ഈ വെള്ളമടിയൊക്കെ, അതിന്റെ കൂടെ ആരും സഹിക്കാത്ത ഇതുപോലുള്ള ചതിയും 2 കൊല്ലത്തോളം താമസിച്ചിട്ട് ലൈഫിൽ നിന്നും ഇങ്ങനൊരു കാര്യം മറച്ചു വെച്ചു. ഇതെല്ലാം കഴിഞ്ഞപ്പോഴാണ് ഇയാളെ അങ്ങോട്ട് ഉപേക്ഷിക്കേണ്ട വന്നത്. ആ ഒരു ബന്ധം അവിടെ നിർത്തേണ്ടി വന്നത്. പിന്നെയും അയാളെ ഈ ഡി അഡിക്ഷൻ സെന്ററിലോട്ട് കൊണ്ടുപോകുന്ന സമയത്താണ് ദീപ്തിയുടെ ഇപ്പോഴത്തെ ഹസ്ബൻഡ് കുഞ്ഞാവ എന്ന് പറയുന്ന ആ പുള്ളിക്കാരൻ വരുന്നത്. പിന്നീട് നടന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാലോ. അവരുടെ കല്യാണമൊക്കെ കഴിഞ്ഞ് അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നു. ഈ കല്യാണം കഴിഞ്ഞ സമയത്ത് ഇവർക്ക് ഈ അഡിക്ഷൻ മാറുന്നില്ല. എന്നോടുള്ള ക്രേവിങ്ങിനെ കൂടി വരുന്നു. അങ്ങനെയാണ് ഇവർ ആ ഹോസ്പിറ്റലിലോട്ട് ചെല്ലുന്നത്. ഇവര് പറയുന്നുണ്ട് ഒരു ജയില് പോലെ ആയിരുന്നു എന്ന്. ഇവര് പോയത് വലിയ ഹോസ്പിറ്റലിലോട്ടൊക്കെ ആയിരുന്നു തോന്നുന്നു. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേപോലുള്ള ചെറിയ ഹോസ്പിറ്റലിലൊന്നും ഇങ്ങനെയുള്ള അഡിക്ഷൻ ഒന്നും മാറ്റാനുള്ള സെറ്റപ്പ് ഒന്നും ഇല്ല. അപ്പൊ എന്തൊക്കെ കൈൻഡ് ഓഫ് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ കാണും. നമ്മൾ വിചാരിക്കുന്നതിനേക്കാളും വലിയ ചികിത്സയൊക്കെ തന്നെയായിരിക്കും. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രക്കും വലിയ പ്രശ്നത്തിലൂടെയൊക്കെയാണ് കടന്നു പോയത്. മനസ്സിലായേ? ഈ ഡി അഡിക്ഷൻ സെന്ററിലൊക്കെ അവർക്കൊക്കെ അറിയാൻ പറ്റും. അത്രക്കും വലിയ ഒരു കഠിനമായിട്ടുള്ള ഒരു സെറ്റപ്പ് ഒക്കെയാണ്. ഞാൻ പോയിട്ടില്ല, പോയവർക്കൊക്കെ അറിയാൻ പറ്റും. നിങ്ങൾക്കൊക്കെ തന്നെ അറിയാവുന്ന ഒരു ഫേമസ് യൂട്യൂബർ ഉണ്ട്, ഞാൻ ആരാണെന്നൊന്നും പറയുന്നില്ല. പുള്ളിക്കാരി ഈ ചികിത്സയുടെ ഭാഗമായിട്ടാണ് ഹോസ്പിറ്റലിൽ ചെന്നത്. ഇപ്പൊ അതിൽ നിന്നൊക്കെ കംപ്ലീറ്റ് ആയിട്ട് റിക്കവർ ആയിട്ടുണ്ടെന്നാണ് പുള്ളിക്കാരി പറയുന്നത്. ഇപ്പൊ പഴയ ഒരു ജീവിതത്തിലോട്ട് വന്നിരിക്കുകയാണ്. മേ ബി അതിന്റെ സൈഡ് എഫക്റ്റ് ഒക്കെ കാണും. ഈ പെയിൻ കില്ലേഴ്സ് ഒക്കെ ലോങ് ടൈം ആയിട്ട് യൂസ് ചെയ്തുണ്ടാവുന്ന ഒരു അസുഖമാണ്. ഈ സംഭവം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ യൂഷ്വലായിട്ട് ചെറിയൊരു പെയിൻ വരെ പെയിനുള്ള കണ്ടീഷനുള്ള വ്യക്തികൾക്ക് ഭയങ്കര വലിയൊരു പെയിൻ ആയിട്ട് ഫീൽ ചെയ്യും. അതായത് നമുക്ക് ഇപ്പൊ ഒരു ചെറിയൊരു തലവേദന വന്നു കഴിഞ്ഞാൽ നമ്മൾ ഈ പെയിൻ കില്ലർ ഒക്കെ കഴിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇപ്പൊ ഇതിനൊക്കെ ഒരു അഡിക്ഷൻ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചെറുതായിട്ടൊരു തലവേദന വന്നാൽ പോലും നമുക്കത് ഭയങ്കര വലുതായിട്ട് തോന്നും. എന്നാൽ നമുക്കിപ്പോ ഈ പെയിൻ കില്ലർ കഴിച്ചാൽ ഇത് മാറത്തോളം ഒരു സെറ്റപ്പ് ആ ഒരു അഡിക്ഷനിലോട്ട് പോകും. ഈ ഒരു ദീപ്തിയൊക്കെ ആ ഒരു സാഹചര്യത്തിലൂടെ കടന്നുപോയ ഒരു വ്യക്തിയാണെന്ന് തോന്നുന്നു. ഈ വീഡിയോക്ക് അത് പറയുന്നുണ്ട്. ഈ പെയിൻ വരുമ്പോഴാണ് ഈ പെയിൻ കില്ലേഴ്സ് യൂസ് ചെയ്യുന്നത്.
അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ഈ പെയിൻ കില്ലേഴ്സിന്, ഈ ഡ്രഗ്സ് ഒക്കെ ഉപയോഗിക്കുന്നവർക്ക്. അത്ര പെട്ടെന്നൊന്നും ഇതിനകത്തുനിന്നൊന്നും റിക്കവർ ആകാൻ പറ്റില്ല. ഇതിനകത്തുനിന്ന് എനിക്ക് മനസ്സിലാത്ത ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് ഇത്ര സഫീഷ്യൻസ് ആയിട്ട് പെയിൻ കില്ലേഴ്സ് യൂസ് ചെയ്യുന്നത് പറയുന്നുണ്ട്. പെയിൻ കില്ലേഴ്സ് എന്ന് പറയുന്നത് ഒരു പെട്ടെന്ന് അവൈലബിൾ ആണ്, അല്ല പെട്ടെന്ന് കിട്ടുന്ന ഒരു സാധനമില്ല. ഈ ഡോക്ടേഴ്സിന്റെ ഒരു ചീട്ടൊന്നും ഇല്ലാണ്ട് നമുക്ക് പെട്ടെന്നൊന്നും ഈ പെയിൻ കില്ലേഴ്സ് കിട്ടത്തില്ല. ഈ ഡോക്ടറിന്റെ ഈ ചീട്ടുണ്ടെങ്കിൽ തന്നെ നമുക്ക് ഇത്രയ്ക്കും ഈ കൂടിയ ഈ പെയിൻ കില്ലേഴ്സ് ഒന്നും കിട്ടത്തില്ല. നോ ഐഡിയ ഇവർ ഈ ഇല്ലീഗൽ ആയിട്ടുള്ള ഈ വഴിയിലൂടെയാണ് ഈ പെയിൻ കില്ലേഴ്സ് യൂസ് ചെയ്യുന്നത്. കേസാകാനുള്ള ഒരുപാട് ചാൻസ് ഉണ്ട്. ഇത്രയും കാര്യങ്ങളാണ് പുള്ളിക്കാരത്തി ഈ വീഡിയോയിൽ പറയുന്നത്. ഈ വീഡിയോ കേൾക്കുന്ന ആർക്കും ചിലർക്കൊക്കെ ഇതൊരു പുതുമയായിട്ട് തോന്നും. പക്ഷെ അങ്ങനെയല്ല, ഒരുപാട് ആളുകൾ OUD എന്നൊക്കെ സഫർ ചെയ്ത് ടോക്സിക് റിലേഷൻഷിപ്പിൽ നിന്ന് പുറത്ത് ആടാത്ത ആളുകളൊക്കെ പിടിച്ചു നിൽക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അവർക്കൊക്കെ ഒരുപാട് പ്രചോദനമായിട്ടാണ് ഇവരുടെ ഈ വീഡിയോ കാണുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വന്തം എക്സ്പീരിയൻസ് തന്നെ വന്നിട്ട് പച്ചക്ക് പറയുകയാണ്. ഈ ഹസ്ബൻഡിന്റെ, ഈ ഫസ്റ്റ് വൈഫിന്റെ, ഈ ദീപ്തിയുടെ അടുത്ത ആളുകൾ തന്നെ ഈ വീഡിയോയിൽ കൂടെ ആയിരിക്കും ഈ കാര്യങ്ങളൊക്കെ അറിയുന്നത്. ഈ ഹസ്ബൻഡിനും ബാക്കി 1-2 ആളുകൾക്ക് മാത്രമേ ഈ കംപ്ലീറ്റ് സ്റ്റോറികളൊക്കെ അറിയത്തുള്ളൂ. ഈ വീഡിയോയിലൂടെ തന്നെയാണ് ഈ കുടുംബത്തിലുള്ള ആൾക്കാരൊക്കെ അറിയാൻ പോകുന്നത്. ഈ പുള്ളിക്കാരത്തി പറയുന്നു അത്രയ്ക്കും അനുഭവിച്ചിട്ടുണ്ട് ഇവര്. അത്രയൊക്കെ അനുഭവിച്ചതുകൊണ്ടാണ് അവർക്ക് ഈ പൊന്നുപോലുള്ള ഒരു ഭർത്താവിനെ കിട്ടിയത്. അവരെന്നെ പറയുന്നുണ്ട്, എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെ പൊന്നുപോലെ നോക്കുന്നുണ്ടെന്നാണ് നമുക്ക് മനസ്സിലായത്. ഇത്തരം സാഹചര്യത്തിലൂടെ കടന്നു പോകുന്ന ആളുകളോട്, ആൺകുട്ടികളാണെങ്കിലും പെൺകുട്ടികളാണെങ്കിലും ഇവരുടെയൊക്കെ മൈൻഡിൽ ഉണ്ടാകുന്ന ഒരു ചോദ്യമുണ്ട്, നമ്മളെയൊക്കെ ആരെങ്കിലുമൊക്കെ സ്നേഹിക്കുവോ, നമ്മളേക്ക് എന്തിനെങ്കിലൊക്കെ കൊള്ളാവും? അതൊക്കെ നിങ്ങളുടെ തോന്നല് മാത്രമായിരിക്കും. നിങ്ങളുടെ മൂല്യം, നിങ്ങളെ സ്നേഹിക്കുന്ന ഒരു വ്യക്തി എന്തായാലും നിങ്ങളുടെ ലൈഫിലോട്ട് കടന്നു വരും, ഉറപ്പായിട്ടും കടന്നു വരും. അതിനുവേണ്ടി വെയിറ്റ് ചെയ്യുക എന്ന് മാത്രമേ എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ. നിങ്ങൾ ആരും ഒരു മൂല്യമില്ലാത്ത ആളുകളല്ല. കാണേണ്ടവന്റെ കണ്ണിലൂടെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്വർണത്തേക്കാൾ തിളക്കം ഉണ്ടായിരിക്കും. അതിനുവേണ്ടി നിങ്ങൾ വെയിറ്റ് ചെയ്യുക. അല്ലാണ്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ എന്റെ ലൈഫിൽ വേറെ ആരും ഇല്ല, അല്ലെങ്കിൽ എന്നെ ആരും സ്നേഹിക്കത്തില്ല, അല്ലാണ്ട് എനിക്ക് ഇവനെ പോലെ അല്ലാണ്ട് ആരെയും സ്നേഹിക്കാൻ പറ്റത്തില്ല എന്നുള്ള ചിന്തയൊന്നും വേണ്ടടേ. ഒരു കാലമാണ് അല്ലെങ്കിൽ ഒരു കാലമാടത്തി നമ്മുടെ ലൈഫിൽ നിന്ന് പോകുന്നത് തന്നെയാണ് നല്ലത്. നല്ലതിനു വേണ്ടി മാത്രമാണെന്ന് നിങ്ങൾ ചിന്തിച്ച മാത്രം മതി. അതിന്റെ ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് ഈ ദീപ്തി എന്ന് പറയുന്നത്. അവർക്ക് ഇപ്പൊ കിട്ടിയ ഹസ്ബൻഡ് ഒന്നും പറയല്ല ഗൈസ്. ഇതുപോലുള്ള ഒരുപാട് അനുഭവങ്ങൾ അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ താഴ്ത്തൊന്ന് കമന്റ് ചെയ്യുക. അപ്പൊ എന്തായാലും എനിക്ക് കൂടുതലൊന്നും പറയില്ല. അപ്പൊ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.